ആ ഇവളത്തെ പറഞ്ഞാൽ മതി, ഇവള് വരച്ച് ഡിസൈൻ ചെയ്ത് തരും. എന്ത്? ഇവക്കെ 2 ടാറ്റു പഠിക്കാനുണ്ട്, അതാണ്. ആർട്ടിസ്റ്റ് കൂടെ ഉള്ളത് ഞാൻ ഓർത്തില്ല. നിനക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഏതാന്ന് പറഞ്ഞാൽ മതി, ഞാൻ വരച്ചുതരാം. എനിക്കും ഇഷ്ടമാണ് ടാറ്റു ചെയ്യാനൊക്കെ, പക്ഷെ പേടിയാ. ബെസ്റ്റ്. നീ ടാറ്റു അടിച്ച ആര് കാണാൻ? പോടെ കളിയാക്കാതെ, അവൾക്കും ഇല്ലേ ആഗ്രഹങ്ങള്. ഡേ അടുത്ത് നമുക്ക് ടാറ്റു അടിക്കാൻ ഒരുമിച്ച് പോകാം കേട്ടോ, നീ കൂടെ വരണേ. എൻ്റെ ഗായത്രി, നീ ഓരോന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കണ്ട. ടാറ്റു ആണെങ്കിലും ഡ്രസ്സിങ് ആണെങ്കിലും അവനവന് ചേരുന്നതേ ട്രൈ ചെയ്യാവൂ. സത്യം, ഇവള് വെളുത്തിരിക്കൊണ്ട് ഇവള് ടാറ്റു അടിച്ചു കഴിഞ്ഞാൽ നല്ല ലുക്കായിരിക്കും. പക്ഷെ അവള് ടാറ്റു അടിച്ചു കഴിഞ്ഞാൽ ഒരുമാതിരി ചൊറി പിടിച്ച പോലെ ഇരിക്കും. അല്ല അത് പോട്ടെ, എന്തായി നിന്റെ കല്യാണ കാര്യം? കഴിഞ്ഞ ആഴ്ച കാണാൻ വന്ന കൂട്ടരുടെ ആലോചന പ്രൊസീഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. എങ്ങനെയുണ്ട് പയ്യൻ, ഇഷ്ടായോ? എൻ്റെ ഇഷ്ടമൊക്കെ ആരും നോക്കാനാ? കല്യാണം ഉടനെ കാണുമോ? അറിയത്തില്ല, എല്ലാം ഒത്തുവന്നാൽ ഉടനെ ഉണ്ടാവും. അതായത് ആ പയ്യന് എന്നെ ഇഷ്ടമായ ഉടനെ കല്യാണം ഉണ്ടാവും. അല്ലാതെ എൻ്റെ ഇഷ്ടവും ഇഷ്ടക്കേടൊന്നും ആർക്കും അറിയണ്ട. ഡേ മോളെ, 25 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഒരു 30 വയസ്സാവുമ്പോഴല്ലേ ഒരു മെച്യൂരിറ്റി ഒക്കെ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ പോരെ ഈ കല്യാണമൊക്കെ. നീ ഇവള് പറയണമെന്ന് കേട്ടോണ്ടിരിക്കല്. നല്ല വല്ല വന്നു കഴിഞ്ഞാൽ അപ്പം ഇറങ്ങി സമ്മതിച്ചോണം. ഇവക്ക് 30-32 വയസ്സായാലും ശരി, തന്നെ ആൾക്കാർ കെട്ടാൻ ക്യൂ നിൽക്കും. പക്ഷേ നിനക്ക് കിട്ടാൻ പാടാണ്. സമയത്ത് ഇപ്പം നടന്നില്ലെങ്കിൽ പിന്നെ വല്ല ഡൈവേഴ്സോ 2ാം കെട്ടോ അല്ലെങ്കിൽ വല്ല ഹാൻഡിക്യാപ്റ്റൊക്കെ കിട്ടുള്ളൂ. എനിക്കറിയാടാ, എനിക്കിപ്പോൾ 25 വയസ്സായി. എനിക്ക് 18 വയസ്സായപ്പോൾ തൊട്ട് എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് കല്യാണം ആലോചിച്ച് തുടങ്ങിയതാ. അതിനു വേണ്ടിയിട്ടുള്ള സ്വർണവും പണവും ഒക്കെ അവർ സമ്പാദിച്ചിട്ടുമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, പെണ്ണ് കാണാൻ വരുന്നവർക്കൊന്നും ഈ കറമ്പി പെണ്ണിനെ വേണ്ട. ഈ കറുപ്പിനും വെളുപ്പിനൊക്കെ ഇപ്പൊ എന്താ കാര്യം? എല്ലാവരും മനുഷ്യർ തന്നെയല്ലേ? നിന്നെ പോലെ വെളുത്തവർക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. നിറത്തിന്റെ പേരിൽ വേർതിരിവ് അനുഭവിച്ചവർക്ക് മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ.